നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. 9ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ പാഠത്തിൽ വ്യഞ്ജനാക്ഷരമായ ക എന്ന അക്ഷരവും ഈ അക്ഷരം വരുന്ന വാക്കുകളും വാചകങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം കായാണ്. ക എങ്ങനെ എഴുതുന്നേ നോക്കൂ. അത് ഈ 2 വരയുടെ പകുതി വലിപ്പത്തിലുള്ളൊരു റാ വരയ്ക്കുകയാണ്. റാ വരച്ച് നിന്ന ഭാഗം നീട്ടിക്കൊണ്ടുവന്ന് റാ തുടങ്ങിയ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ആ വരയെ വീണ്ടും താഴേക്ക് തന്നെ കൊണ്ടുവന്നു. വളച്ച് ഈ 2 വരയുടെ പകുതിയിലൂടെ വളച്ച് നീട്ടിക്കൊണ്ടുവരണം. താഴത്തെ വരയിലേക്ക് ഇങ്ങനെ വളച്ചു വെച്ചു. ഇത്രയുള്ളൂ ക എന്ന അക്ഷരം. 2 വരയുടെ പകുതി വലുപ്പത്തിലുള്ളൊരു റാ വരച്ചു. റായുടെ ഈ ഒരു ഭാഗം നേരെ താഴേക്ക് വളച്ചു കൊണ്ടുവന്ന് റാ തുടങ്ങിയവിടത്ത് കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം ആ വരയിലൂടെ തന്നെ താഴേക്ക് കൊണ്ടുവന്നു. താഴത്തെ വരയിൽ കൊണ്ടുവന്ന് മുട്ടിച്ചതിന് ശേഷം വളച്ച് ഈ 2 വരയുടെ നടുവിലൂടെ നീട്ടി വരച്ചു. ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് ക എന്ന അക്ഷരം. ഒരിക്കൽ കൂടെ വരയ്ക്കാം. ഈ 2 വരയുടെ പകുതി വലിപ്പമുള്ള റാ വരയ്ക്കാണ്. ഈ ഒരു ഭാഗം നീട്ടി 2 വരയുടെ താഴത്തെ വരയിലൂടെ തുടങ്ങിയവിടത്ത് കൊണ്ടുവന്ന് നിന്നു. അതിനുശേഷം ആ വരയെ നേരെ ഇറക്കി കൊണ്ടുവന്ന് ഈ 2 വരയുടെ പകുതി വലിപ്പത്തിലൂടെ നീട്ടിക്കൊണ്ടുവന്ന് താഴത്തെ വരയിൽ കൊണ്ടുവന്ന് നിർത്തി. ക എന്ന അക്ഷരമായി. ഇപ്പൊ നമ്മൾ ക വരയ്ക്കാൻ പഠിച്ചു. ഇനി നമ്മൾ ക എന്ന അക്ഷരവും നമ്മൾ മുൻപ് പഠിച്ച അക്ഷരങ്ങളെല്ലാം വെച്ചിട്ടുള്ള വാക്കുകളാണ് എഴുതാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് കട എന്നാണ്. ആദ്യം ഒരു ക എഴുതി തൊട്ടടുത്തായിട്ട് ടായും വരച്ചു. കട. ഷോപ്പ്. കട. കട. അടുത്തത് നമ്മൾ പഠിക്കുന്ന വാക്ക് കലമാണ്. കലം. ആദ്യം ക എഴുതുന്നു. തൊട്ടടുത്തായിട്ട് ആദ്യം ഒരു ലാ വരച്ചു. ലായുടെ അടുത്ത് എന്തെഴുതണം? അമ്മിന്റെ ചിഹ്നം. ഇപ്പോഴാണ് ലം എന്ന് വായിക്കുള്ളൂ അല്ലേ? ഇപ്പൊ എങ്ങനെ വായിക്കാം? കലം. കലം. അടുത്തത് നമ്മൾ പഠിക്കുന്ന വാക്ക് കാട് എന്നാണ്. കാട്. ആദ്യം ക എഴുതുന്നു. ഇപ്പൊ കായാണ് ആയുള്ളൂ അല്ലേ? ഇനി കാ ആവണമെങ്കിൽ ഏത് ചിഹ്നം ഇടേണ്ടത്? ആ എന്നതിന്റെ ചിഹ്നം എഴുതി. കാ ആയല്ലേ? ഇപ്പോ കാട്ട്. ടാ എഴുതിയിട്ട് എന്ന ശബ്ദം വരാനായിട്ട് എന്താ ഇടേണ്ടത്? ചന്ദ്രക്കല ഇട്ടു. എങ്ങനെ വായിക്കണം? കാട്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് കാല് എന്നാണ്. കാ. ആദ്യം ക എഴുതി തൊട്ടടുത്തായിട്ട് ആ എന്നതിന്റെ ചിഹ്നം ഇട്ടപ്പോൾ കാ എന്ന് നീട്ടി വായിക്കും. കാ. ഇനി ല എഴുതി എന്ന ശബ്ദത്തിനായിട്ട് ചന്ദ്രക്കല. കാല്. കാല്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് കണവ എന്നാണ്. ആദ്യം ക എഴുതുന്നു. തൊട്ടടുത്തായിട്ടൊരു ണ എഴുതി. ക ണ. ഇനി എന്താ എഴുതണ്ടേ? വ. കണവ. 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 ഇനി നമുക്ക് ക വരുന്ന വാചകങ്ങൾ പഠിക്കാം. ആദ്യം ടീച്ചർ പഠിപ്പിക്കുന്ന വാചകം കാട് കാണണം എന്നാണ്. കാട് കാണണം. 2 വാക്ക്. ആദ്യത്തെ വാക്ക് കാട്, രണ്ടാമത്തെ വാക്ക് കാണണം. ഈ 2 വാക്കുള്ള വാചകമാണ് എഴുതാൻ പോകുന്നത്. ആദ്യം എഴുതുന്ന വാക്ക് കാട്. 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 കാണണം. ണം. കാണണം. കാട് കാണണം. വായിക്കൂ. കാട് കാണണം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകമാണ്
കട കാണാം. കട കാണാം. ആദ്യം കാ എഴുതുന്നു. തൊട്ടടുത്തായിട്ടൊരു ട. കട. ഇനി എന്താ എഴുതേണ്ടത്? ആദ്യത്തെ വാക്ക് എഴുതി കട. ഇനി കാണാം എന്ന് എഴുതണം രണ്ടാമത്തെ വാക്ക് അല്ലേ? ആദ്യം കാ എഴുതുന്നു. ആ എന്നതിൻ്റെ ചിഹ്നം ഇട്ടു. ഇപ്പൊ കാ ആയി. ഇനി നാം എന്ന് എഴുതണം. നാ എഴുതിയിട്ട് ആ എന്നതിൻ്റെ ചിഹ്നം ഇട്ടു. എന്നത് കേൾക്കാനായിട്ട് അമ്മിന്റെ ചിഹ്നവും ഇട്ടു. അപ്പൊ എങ്ങനെ വായിക്കും? കാണാം. കട കാണാം. കട കാണാം. ഇപ്പൊ നമ്മൾ പാഠം 9 പഠിച്ചു കഴിഞ്ഞു. പാഠം 9 നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ക എന്ന അക്ഷരാണ് നമ്മൾ പാഠം 9 പഠിച്ചത്. പിന്നെ ക വരുന്ന വാക്കുകളാണ് പഠിച്ചത്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയാണ് നമ്മൾ ആദ്യം പഠിച്ചത്, കട. പിന്നെ കലം എന്ന വാക്ക് പഠിച്ചു അല്ലേ? കലം, ഇത് മണ്ണിന്റെ കലാണ്. പിന്നെ ഏതൊക്കെ കലങ്ങളാ മക്കൾ കണ്ടിട്ടുള്ളത്? ഏതൊക്കെ കലങ്ങളാണുള്ളത്? സ്റ്റീലിന്റെ കലുണ്ട്, അലൂമിനിയത്തിന്റെ കലമുണ്ട്. പിന്നെ നമ്മൾ കാട് എന്ന വാക്കാ പഠിച്ചത്. വനം എന്ന് പറഞ്ഞാലും കാട് എന്ന് തന്നെയാണ് അർത്ഥം. കാല് എന്ന വാക്ക് പഠിച്ചു. പിന്നെ കണവ എന്ന വാക്കും പഠിച്ചു. കണവ ഒരു തരം മത്സ്യമാണ്. മത്സ്യം എന്ന് പറഞ്ഞാൽ ഫിഷ്. സ്ക്വിഡ് എന്ന് പറയുന്ന ഒരു തരം ഫിഷാണ് കണവ. പിന്നെ നമ്മൾ വാചകമാണ് പഠിച്ചത്. 2 കുഞ്ഞു വാചകമാണ് പഠിച്ചത്. വായിക്കൂ, ഒരുമിച്ച് വായിക്കൂ. കാട് കാണണം. കട കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാഠം 9 പഠിച്ചത്. ഇന്നത്തെ കേട്ടെഴുത്തിൽ കുറച്ച് വാക്കുകളും വാചകങ്ങളുമാണ് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിച്ച് എഴുതണം. ആദ്യം വാക്കുകൾ എഴുതാം. എഴുതിക്കോളൂ. ആദ്യത്തെ വാക്ക് ആടാം. ആടാം. രണ്ടാമത്തെ വാക്ക് നടാം. നടാം. മൂന്നാമത്തെ വാക്ക് പാടം. പാടം. നാലാമത്തെ വാക്ക് തരാം. തരാം. അഞ്ചാമത്തെ വാക്ക് വരാം. വരാം. ഇനി നമ്മൾ കുറച്ച് വാചകങ്ങളാണ് എഴുതാൻ പോകുന്നത്. ആദ്യത്തെ വാചകം മരം നടാം. മരം നടാം. രണ്ടാമത്തെ വാചകം പാല് തരാം. പാല് തരാം. മൂന്നാമത്തെ വാചകം ലത ആടാം. ലത ആടാം. നാലാമത്തെ വാചകം ആന വരണം. നാലാമത്തെ വാചകം ആന വരണം. അഞ്ചാമത്തെ വാചകം ആട് പലതരം. ആട് പലതരം. വായിക്കാനായിട്ട് കുറച്ച് വാചകങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ വാചകങ്ങളെല്ലാം തെറ്റുകൂടാതെ വായിച്ച് നമ്മുടെ നോട്ട്സിൻ്റെയും ഡിക്റ്റേഷൻ്റെയും കൂടെ അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.